ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാന്താ വർക്കാണ്. ബംഗാളിൻ്റെ ഒരു ട്രഡീഷണൽ വർക്കാണ് കേട്ടോ ഈ കാന്താ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്, ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 3 സ്ട്രാൻഡ്സ് ഉള്ളൊരു ത്രെഡ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് റണ്ണിങ് സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ചിന് നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ ഒരേപോലെ അല്ലേ, ആ ഒരു ലെവലിലല്ലേ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ചെറിയ ചെറിയ റണ്ണിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കുന്ന കളറ് കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ കൊടുക്കുക. നമ്മളിത് ഫില്ല് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് ലൈറ്റ് ഷെയ്ഡിലും കൊടുക്കുക. മനസ്സിലായല്ലോ? ഔട്ട്ലൈന് ഡാർക്ക് ഷെയ്ഡുള്ള ത്രെഡും അതുപോലെ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ത്രെഡ് വെച്ചിട്ട് വേണം ഉള്ളു ഫില്ല് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ത്രെഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ബ്ലാക്ക് കളർ ത്രെഡ് ഇട്ടിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ. പക്ഷേ എപ്പോഴും നമ്മൾ ഔട്ട്ലൈൻ കാണിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ആ ഒരു പിക്ചറിൻ്റെ ഒരു ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ട് തന്നെ ഇത് ചെയ്യാം. കാരണം 3 സ്ട്രാൻഡ്സ് ഇടുമ്പോൾ നമ്മുടെ വർക്ക് കുറച്ച് കൂടുതൽ ടൈം നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷേ ഏറ്റവും ബെറ്റർ 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ട് ഈ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വർക്കിന് നമ്മൾ 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കണ്ടോ, ആദ്യം ഔട്ട്ലൈൻ മൊത്തം അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫില്ല് മീൻസ് ഔട്ട്ലൈൻ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ ഫില്ല് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ കൊടുക്കുക എന്ന് വിചാരിക്കരുത്. ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുക, അതിന് ശേഷം ഫില്ല് ചെയ്യുക. ക്ലിയർ ആയല്ലോ? എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവാം അല്ലേ നിങ്ങളുടെ അറിവിൽ. അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്തവരും അതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത പലരും നമുക്കിടയിൽ ഉണ്ടാവാം അല്ലേ. അപ്പോൾ അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ വളരെ ജെന്യുവിനായിട്ട് തന്നെയാണ് നിങ്ങളെ ഈ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നത്, അല്ലാതെ ജസ്റ്റ് വെറുതെ എന്തെങ്കിലും ഒന്നല്ല. പിന്നെ പിക്ചറുകളൊക്കെ ഞാൻ വളരെ ചെറിയൊരു പിക്ചറേ വരയ്ക്കുന്നുള്ളൂ. കാരണം എനിക്ക് വലിയൊരു പിക്ചറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ടൈമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചറിൽ ഇത് ഒരു വളരെ ചെറിയ പിക്ചറാണ് ഞാൻ വരച്ചിട്ടുള്ളത്, ഒരു ഫ്ലവറാണ് വരച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ചെയ്തിട്ടുള്ളൊരു വർക്ക് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ മനസ്സിലാവുന്നില്ല, അങ്ങനെ പോരാ എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് കഴിയുന്നത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ടൈം ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ പിന്നെ രാത്രിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. രാത്രിയാകുമ്പോഴും നിങ്ങൾക്ക് ഒരു ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ, വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചില സമയങ്ങളിൽ ചില വീഡിയോസ് ഞാൻ ഇടുന്നത് രാത്രിയിലാണ്. അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ്റെ കുറവ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ എന്ത് ചെയ്യാം, വലിയൊരു പിക്ചറിലൊക്കെ ചെയ്ത് കാണിച്ച് തരാം. പക്ഷേ നമ്മുടെ ക്ലാസ് അപ്പോൾ ഒന്ന് ഡിലേ ആവും. കാരണം അത്രയും ടൈം വേണമല്ലോ നമ്മൾ വലിയൊരു വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ടൈം ഡിലേ ആവുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് കളർ ത്രെഡ് ഇട്ടിട്ടാണ് ഞാനിത് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വീഡിയോയിൽ മനസ്സിലാവുന്നില്ല, ഡാർക്കും ലൈറ്റും എന്നാൽ ചെറിയൊരു വ്യത്യാസം ഇത് തമ്മിലുണ്ട് കേട്ടോ. ചെറിയ ചെറിയ റണ്ണിങ് ഇട്ട് കൊടുക്കുക, 3 സ്ട്രാൻഡ്സിൽ ഇടാനും ശ്രദ്ധിക്കുക. ഇത്രയും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇതൊരു ബംഗാളിൻ്റെ ട്രഡീഷണൽ വർക്കാണ്, അതൊന്ന് നോട്ട് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിൽ ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഇപ്പോൾ ബേസിക്കാണ് നമ്മൾ ഇതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ബേസിക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റിച്ചുകൾ നമ്മൾ പഠിച്ചു. ഇനി ഒരുപാട് സ്റ്റിച്ചുകളൊക്കെ ഉണ്ട് നമുക്ക് മീൻസ് ഒരുപാട് സ്റ്റിച്ചുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത്രയും അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ട്രഡീഷണലാണ്.
അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആരി വർക്ക് ഒരു ട്രഡീഷണൽ വർക്ക് തന്നെയാണ്. ആരി വർക്കിൻ്റെ ഒരുപാട് വേരിയേഷൻസ് പല ഇതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ചിങ്ങിലേക്ക് പോവുള്ളൂ കേട്ടോ. അത് കൂടാതെ തന്നെ വൂളൻ ത്രെഡ് കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ഇത് പഠിക്കാനുണ്ട്. ഫാബ്രിക് പെയിൻറ്റിംഗ് ഉണ്ട്, ഗ്ലാസ് പെയിൻറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ ഇതല്ലേ കാര്യമുള്ളൂ അല്ലേ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ട്രഡീഷണൽ വേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അതുപോലെ കുറച്ച് ത്രെഡിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. കുറച്ച് മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റുകൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകളൊന്നും കാണാത്തവരുണ്ട്, ബേസിക് ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ്, ഒരു വ്യത്യാസം ഇല്ലാതെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. കണ്ടോ, അതുപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയ ചെറിയ റണ്ണിങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ചെയ്തിട്ട് ഫുൾ വലിയൊരു വർക്ക് ഞാൻ ലാസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ലൂസാവും നമ്മളെ ക്ലോത്ത്. അപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക കേട്ടോ. ക്ലോത്തിനെ നന്നായി ടൈറ്റ് ചെയ്യണം എപ്പോഴും വർക്ക് ചെയ്യുമ്പം, അപ്പോഴേ നമ്മുടെ ഒരു ചെയ്യുന്ന വർക്ക് ഫിനിഷിങ് ആവുള്ളൂ. ഇത് നമുക്ക് ഷോളിലും സാരിയുടെ മുന്താണി ഭാഗമൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ ഇത് ചെയ്യാം. അതുപോലെ ജെൻസിൻ്റെ ഷർട്ടിലൊക്കെ നമുക്ക് കാന്താ വർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലേഡീസിൻ്റെ ഷർട്ടിലാണെങ്കിലും ജെൻസിൻ്റെ ഷർട്ടിലാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു കാന്താ വർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സ്പീഡ് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാതെ വർക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കാന്താ വർക്കിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു പിക്ചർ കേട്ടോ.